നമുക്ക് ഈ ത്രോണോസിംഗിലേക്ക് ചേർന്ന് നിൽക്കാം. 84-ാം സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അപ്രയം പിതാവ് പറയുന്നുണ്ട്, കുരുകിലൊരു വീടും വിവൽപക്ഷത്തിന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കൂട്ടിയിരിക്കുന്നു, സൈനികളുടെ ദൈവമായ യഹോവേ നിന്റെ യാഗപീഠത്തിന് അരികിൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സങ്കേതവും നമ്മുടെ ജീവിതത്തിന്റെ ആശ്രമവും ഈ ബലിപീഠം തന്നെയാണ്. അച്ഛൻ എന്ന് പറഞ്ഞു 70 പേരെങ്കിലും ഒരു കുർബാന അനുഭവിക്കുന്നുണ്ടെന്ന്. ഒത്തിരി സന്തോഷം തോന്നി. അതൊന്നും പോരാ, കുർബാനയിൽ നിന്നും അകന്നു നിൽക്കേണ്ടവരല്ല നിങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ സങ്കേതമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയമാണ്. ആ ബന്ധം നിലനിർത്തുന്നത് ഈ ശരീര രക്തങ്ങളുടെ അംശങ്ങളായി നാം തുടരുന്നത് കൊണ്ടാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെക്കണം. തെറ്റായ ധാരണകളാണ്. ഇവിടെ വരുന്നത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് വേണ്ടി ഒരുക്കത്തോടെ വരണം. അവിടെ ഇമ്മാനുവൽ അനുഭവമുള്ളതുപോലെ തന്നെ ഞാനും എന്റെ കർത്താവിനോടൊപ്പമാണ് നടക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അബ്സല്യൂഷൻ പ്രാപിച്ച് വിശുദ്ധ കുർബാന ആദിയോടന്തം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ പുത്തൻ അനുഭവത്തിലൂടെ പുതിയ ഊർജത്തിലൂടെ പുതിയ ജീവനും പുതിയ സത്യമുള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാൻ നിരന്തരമായ ബന്ധം ഈ പരിശുദ്ധ ത്രോണോസുമായി നമുക്ക് ഉണ്ടാകണം. അതിനേക്കാൾ വലിയൊരു ഔഷധമില്ല, അതിനേക്കാൾ വലിയൊരു രക്ഷയുമില്ല. അത് നമ്മുടെ മാംസത്തോടും അസ്ഥിയോടും ചേർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ വിട്ടുപിരിയാൻ ഒരിക്കലും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ മാംസമായും രക്തമായും നമ്മുടെ രക്തത്തിലും മാംസത്തിലും അസ്ഥിയിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ, അതിലൂടെ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടതോ ഒരിക്കലും നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല.